ശിമോനുള്ള പടയിലേക്ക് യേശു കയറുകയാണ്. ആമേൻ. ആദ്യത്തെ പ്രഖ്യാപനം, ആദ്യത്തെ കൽപ്പന ഇതാ വരുന്നു. ശിമോനെ, കരയിൽ നിന്ന് അല്പം നീ നീക്കണം. ആമേൻ. കരയിൽ നിന്ന് അല്പം നീ നീക്കണം. ചേഞ്ച് യുവർ പൊസിഷൻ, ചേഞ്ച് യുവർ പൊസിഷൻ. ഓ, ചേഞ്ച് യുവർ പ്ലേസ്. അവൻ ഇന്ന് നീ കംഫർട്ട് സോണിൽ ഇരിക്കുന്നെങ്കിൽ to move the right place, to move the right place, to move the right place. ആമേൻ. ആദ്യത്തെ കൽപ്പനയാണ് ചേഞ്ച് യുവർ പൊസിഷൻ. അവൻ നീ ഏതെങ്കിലുമൊക്കെ കംഫർട്ട് സോണിൽ നിൽക്കുന്നെങ്കിൽ അവൻ അതിൽ നിന്ന് മാറി ദൈവത്തിന്റെ പോർട്ടലിനകത്തേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന ദൈവത്തിന്റെ പോർട്ടലിനകത്തേക്ക് to move the right position, to move the right position, to move the right position. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. മതി. അവൻ ഗെന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയാൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. ആമേൻ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ദൈവവചനം, ദൈവശബ്ദം എന്നുള്ള വിഷയമായിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിന്തകളൊക്കെ പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ യേശു നമ്മളെ അസാധാരണ നിലവാരത്തിലാണ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഇമാജിനേഷൻ എന്ന അസാധാരണ ശക്തിയെ നമ്മളിലേക്ക് പകർന്നു വെച്ചിരിക്കുകയാണ്. ആമേൻ. ആമേൻ. അസാധാരണമായ ഇമാജിനേഷനെ നമ്മുടെ മുമ്പിലേക്ക് ദൈവം വെച്ചിരിക്കുകയാണ്. അവൻ ഇന്നു പകൽ നമ്മൾ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ നമ്മളെ അതിനകത്തൂടെ കാണണം. വചനമാകുന്ന കണ്ണാടിയിലൂടെ നിങ്ങളെ കാണണം. ആമേൻ. ഇന്നു പകൽ വചനമാകുന്ന കണ്ണാടിയിലൂടെ നിങ്ങളെ കാണണം. അവൻ ഈ വചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് നിങ്ങളാണെന്ന ബോധ്യത്തോടെ നിങ്ങളിതിനെ സ്വീകരിക്കണം. ആമേൻ. ഇന്ന് പകൽ അവൻ ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഗെന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് എന്തു ചെയ്യുന്ന പറയും? തിക്കിത്തിരക്കി. ഹല്ലേലൂയ. എവിടെയാ നമ്മൾ തിക്കിത്തിരക്കുന്നത് സാധാരണ? ആമേൻ. നമുക്കറിയാം, അടുത്ത കാലങ്ങളിൽ നമ്മൾ തിക്കിത്തിരക്ക് കണ്ടത് എവിടെ? ലുലു മാളില്. എന്തുകൊണ്ടാ? ഓഫർ ഉള്ളത് കൊണ്ടാ. ആമേൻ. മലയാളികളെ ഓഫറിന് മുമ്പിൽ തോപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ. നമ്മൾ എവിടെയും ചാടി വീഴും. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ തിക്കിത്തിരക്കണമെങ്കിൽ എന്തോ ഇവന് അവൻ പ്രത്യേകമായി എന്തോ ഇവന് ലഭിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാ ഇവൻ തിക്കിത്തിരക്കുന്നത്. അവൻ യേശുവിനെ കണ്ടപ്പോൾ തന്നെ യേശുവിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി ഇവർ തിക്കിത്തിരക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അവൻ അങ്ങനെ ഒരു ആഗ്രഹത്തോടെ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, അവൻ ഹല്ലേലൂയ, ആത്മാവിൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, അവൻ കരയിൽ നിന്നവൻ നിന്റെ പടകിലേക്ക് കയറി വരും. ഹല്ലേലൂയ. കരയിൽ നിൽക്കുന്നവൻ നിന്റെ പടകിനകത്തേക്ക് കയറി വരും. ഇന്ന് ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ആമേൻ. ചിലതിന്റെ പടകിലേക്ക്. ആമേൻ. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇതേ ആഗ്രഹത്തോടെ ഇതിനെ പിടിക്കാൻ അവൻ്റെ വായിൽ എന്തെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇതെനിക്ക് വേണ്ടിയുള്ളതാണെന്ന്, എൻ്റെ അർഹതയില്ലാത്ത സ്ഥാനത്ത് എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയാണെന്ന്, അവൻ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അത് എന്നിലേക്ക് കൈമാറാൻ വേണ്ടിയാണെന്ന് ഇന്ന് പകലൊരു ബോധ്യമുണ്ടെങ്കിൽ, അവൻ ചില തിക്കിത്തിരക്കുന്ന മനോഭാവത്തോടെ അവൻ നിങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നെങ്കിൽ, അവൻ നിന്റെ പടകിലേക്ക്, അവൻ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ സാഹചര്യത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് പകൽ ശക്തിയോടെ 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 ശക്തിയോടെ
ഹല്ലേലൂയ. ആമേൻ. വളരെ വേഗത്തിൽ പറയട്ടെ മക്കളെ. അവൻ ആദ്യത്തെ എന്തോ ചെയ്ത ശിമോനുള്ള പടകിലേക്ക് യേശു കയറുകയാണ്. ആമേൻ. എങ്ങോട്ടാ? ശിമോനുള്ള പടകിലേക്ക് യേശു കയറി. എന്തിനു വേണ്ടിയാ? തിക്കിത്തിരക്കുന്ന ഒരു ജനത്തെ തൃപ്തിപ്പെടുത്താൻ. ഹല്ലേലൂയ. ഒരു ജനത്തെ തൃപ്തിപ്പെടുത്താൻ. അവൻ ഒരു കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ, ഒരു ജനത്തെ തൃപ്തിപ്പെടുത്താൻ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ. ഓ receive, receive, receive in the name of Jesus. Hallelujah. Amen. ശിമോനുള്ള പടയിലേക്ക് യേശു കയറുകയാണ്. ആമേൻ. ആദ്യത്തെ പ്രഖ്യാപനം, ആദ്യത്തെ കൽപ്പന ഇതാ വരുന്നു. ശിമോനെ, കരയിൽ നിന്ന് അല്പം നീ നീക്കണം. ആമേൻ. കരയിൽ നിന്ന് അല്പം നീ നീക്കണം. ചേഞ്ച് യുവർ പൊസിഷൻ, ചേഞ്ച് യുവർ പൊസിഷൻ. ഓ ചേഞ്ച് യുവർ പ്ലേസ്. അവൻ ഇന്ന് നീ കംഫർട്ട് സോണിൽ ഇരിക്കുന്നെങ്കിൽ to move the right place, to move the right place, to move the right place. ആമേൻ. ആദ്യത്തെ കൽപ്പനയാണ് ചേഞ്ച് യുവർ പൊസിഷൻ. അവൻ നീ ഏതെങ്കിലുമൊക്കെ കംഫർട്ട് സോണിൽ നിൽക്കുന്നെങ്കിൽ അവൻ അതിൽ നിന്ന് മാറി ദൈവത്തിന്റെ പോർട്ടലിനകത്തേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന ദൈവത്തിന്റെ പോർട്ടലിനകത്തേക്ക് to move the right position, to move the right position, to move the right position, to move the right position. ആമേൻ. ആമേൻ. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ബുധനാഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കറിയാം എന്താണ് പൊസിഷൻ എന്ന്, എന്താണ് റൈറ്റ് പൊസിഷൻ എന്ന്, എന്താണ് ദൈവത്തിന്റെ പോർട്ടൽ എന്ന്. അവൻ ദൈവം നിനക്ക് വേണ്ടി ചില പോർട്ടലുകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ വചനപ്രകാരം പറയുമ്പോൾ അവൻ അനുസരണം നിന്നെ പോർട്ടലിനകത്തേക്ക് കൊണ്ടെത്തിക്കും. അവൻ അനുസരണം നിന്നെ പോർട്ടലിനകത്തേക്ക് കൊണ്ടെത്തിക്കും. അനുസരണം നിന്നെ പോർട്ടലിനകത്തേക്ക് കൊണ്ടെത്തിക്കും. ആമേൻ. പറയാമോ? രണ്ടുപേർ കൈ കൊടുത്തപ്പോൾ അനുസരണം എന്നെ പോർട്ടലിൽ കൊണ്ടെത്തിക്കും. അനുസരണം എന്നെ പോർട്ടലിനകത്തേക്ക് കൊണ്ടെത്തിക്കും. എന്താണ് പോർട്ടൽ? ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം. അവൻ എന്താണ് പോർട്ടൽ? ദൂതന്മാർ ഇറങ്ങുന്ന സ്ഥലം. വചനത്തിന്റെ തെളിവെന്താണ്? അവൻ ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ അവൻ ഒരു ദേശത്തേക്ക് അയക്കുകയാണ്, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം, ഇന്ന ദേശത്ത് പോയി നീ വിവാഹം കഴിക്കണം. അവൻ പറയുകയാണ് യാക്കോബിനോട്, തൻ്റെ പിതാവായ ഇസ്ഹാക്ക് വിളിച്ചു പറയുകയാണ്, നീ ലാബാന്റെ ഭവനത്തിലേക്ക് പോകണം. ആമേൻ. ഹല്ലേലൂയ. അവൻ അനുസരണം ഇവനെ പോർട്ടലിനകത്തേക്ക് കൊണ്ടെത്തിച്ചു. അനുസരണം ഇവനെ പോർട്ടലിനകത്തേക്ക് കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ശ്രദ്ധിക്കണ ദൈവമക്കളെ, ഇവൻ പോകുന്ന വഴി യാത്രയിൽ ഇവൻ ക്ഷീണിച്ച് കിടന്നുറങ്ങിയപ്പോൾ ഇവൻ ചെന്ന് കിടന്നുറങ്ങിയ ദൈവത്തിന്റെ പോർട്ടലായിരുന്നു. ദൈവത്തിന്റെ പോർട്ടലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ, ഇന്ന് പകൽ സ്വീകരിക്കാമെങ്കിൽ, അവൻ ദൈവവചനത്തിനനുസരിച്ച് മൂവ് ചെയ്യാമെങ്കിൽ ദ റൈറ്റ് പൊസിഷനിലേക്ക്, ദ റൈറ്റ് മൂവിലേക്ക്, ദ റൈറ്റ് പ്ലേസിലേക്ക്, ദ റൈറ്റ് കണക്ഷനിലേക്ക് പരിശുദ്ധാത്മാവിനെ പൊക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോവുകയാണ്. പരിശുദ്ധാത്മാവിനെ എടുക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തോ അവിടെ സംഭവിക്കുന്നേ? ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്വപ്നത്തെ കാണുകയാണ്. ആമേൻ. അവൻ പറയുന്നു, ഇത് ദൈവത്തിന്റെ ആലയമാണ്. അവൻ യാക്കോബ് വിളിച്ചു പറഞ്ഞു, ഞാനും അറിഞ്ഞില്ല, ഇത് ദൈവത്തിന്റെ ആലയം തന്നെ. ഇതിന് ബേഥേൽ അവൻ പേരിട്ടു. അവൻ ഇത് ദൈവത്തിന്റെ ആലയമായതുകൊണ്ട്, ഇത് ദൈവത്തിന്റെ ഗേറ്റ് വേ ആയതുകൊണ്ട് അവൻ ഇതിന് ബേഥേൽ എന്ന പേര് വന്നു.
ഇതാണ് ദൈവത്തിൻ്റെ പോർട്ടൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ ഒന്നുകൂടെ ഞാൻ പറയാ, അവൻ അനുസരണം നിന്നെ പോർട്ടലിലേക്ക് കൊണ്ടെത്തിക്കും. അവൻ ആരെ അനുസരിച്ചു? അപ്പനെ അനുസരിച്ചു. ആരെ അനുസരിച്ചു? അപ്പനെ അനുസരിച്ചു. അവൻ ദൈവത്താൽ കൈമാറിയതിനെ ഇസ്ഹാക്ക് തൻ്റെ മകന് കൈമാറിയപ്പോൾ ഇതാ അനുസരണം പോർട്ടലിലേക്ക് എത്തിച്ചേരുകയാണ്. ശ്രദ്ധിക്കണേ മക്കളെ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അസാധാരണ മൂവുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു അവൻ കൃത്യമായ പ്ലേസിലേക്ക് നിങ്ങൾ കണക്റ്റ് ആകുമ്പോൾ, കൃത്യമായ സ്ഥലത്തിലേക്ക് നിങ്ങൾ കണക്റ്റ് ആകുമ്പോൾ, കൃത്യമായ വ്യക്തികളുമായി നിങ്ങൾ കണക്റ്റ് ആകുമ്പോൾ അവൻ സൂപ്പർ നാച്ചുറലുമായി നിങ്ങൾ കണക്റ്റ് ആവുകയാണ്. പോർട്ടലല്ല എൻ്റെ വിഷയം, പക്ഷെ പോർട്ടലിനകത്തോടെ കയറിപ്പോന്നേ. പോർട്ടലല്ല വിഷയം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി എന്താ പോർട്ടലെന്ന്? ദൈവസാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം. അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ക്ലാസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. നമ്മുടെ വിഷയം അതല്ല. ഹല്ലേലൂയ. അവൻ പോർട്ടലിൽ കയറിയവന്റെ ഗുണം എന്താണെന്നറിയാമോ? ഇവന്റെ പേര് മാറും, ഇവന്റെ പൊസിഷൻ മാറും. ഡിസംബർ മാസം നിന്റെ പ്രമോഷന്റെ മാസമാണെന്ന്. ഡിസംബർ മാസം നീ പോർട്ടലുമായി കണക്ട് ചെയ്തോ, നിന്റെ പ്രമോഷന്റെ ടൈമാണെന്ന്. ഓ ജീസസ്. ആമേൻ. വിശ്വസിക്കാൻ പറ്റുമോ? ഈ ഡിസംബർ മാസം എൻ്റെ പ്രമോഷന്റെ ടൈമാണ്. പക്ഷെ ഒറ്റൊരു കാര്യമുണ്ട്, നിന്റെ കംഫർട്ട് സോണിനകത്തു നീ ഇറങ്ങി റൈറ്റ് പ്ലേസിലേക്ക് നീ മൂവ് ചെയ്യണം. അനുസരണം നിന്നെ പോർട്ടലിൽ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വേറൊരു പോർട്ടലിൽ ഞാൻ നിങ്ങളുടെ പറഞ്ഞു തരികയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ഒന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മതി. യഹോവയുടെ ദൂതൻ മുൾപടർപ്പിൽ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. എന്താ കാര്യം? ശ്രദ്ധിക്കണം. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നവൻ അവൻ മരുഭൂമിക്ക് അപ്പുറത്ത് ഇവൻ പരിധിയെ പൊളിക്കുകയാണ്. പറഞ്ഞാട്ടെ, പരിധിയെ പൊളിച്ചിവൻ ചാടുകയാണ്. കംഫർട്ട് സോണിനെ പൊളിച്ചിവൻ ചാടുകയാണ്. അപ്പുറത്ത് ദൈവത്തിൻ്റെ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവൻ നിന്ന പൊസിഷനിൽ നിന്ന്, അവൻ നിന്ന സ്ഥലത്ത് നിന്ന്, ശ്രദ്ധിക്കണേ, അവൻ നിന്ന ഏരിയയിൽ നിന്നും ഇവൻ അടുത്ത പുതിയൊരു മേഖലയ്ക്കകത്തേക്ക് ഇവൻ ചിലതിനെ തേടി പോവുകയാണ്. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ഇവൻ ചെല്ലുകയാണ്. ഇത് അവൻ പോർട്ടലുമായി കൈ കൊടുക്കുന്നു. ഇതവൻ പോർട്ടലുമായി കണക്ട് ആകുന്നു. അവൻ ദൈവ സാന്നിധ്യവുമായി കണക്ട് ആകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എന്തോ സംഭവിക്കുന്നത് അറിയാമോ? പോർട്ടലുമായി കണക്ട് ആയവൻ, ആട്ടിടയനായി കയറിപ്പോയവൻ ഇതാ ഇസ്രായേലിന്റെ ലീഡറായി ഇറങ്ങി വരികയാണ്. ഒരു ജനത്തെ നയിക്കുന്ന, ഒരു രാജ്യത്തെ നയിക്കുന്ന അസാധാരണ ലീഡർഷിപ്പുമായി പോർട്ടലിന് കൈ കൊടുക്കുന്നവൻ, പോർട്ടലിനകത്ത് കയറുന്നവൻ ഇതാ അസാധാരണ അഭിഷേകമായി ഇറങ്ങി വരികയാണ്. എന്താ സംഭവിക്കുന്നത്? പോർട്ടലുമായി കണക്റ്റായി,
അവൻ പോർട്ടലുമായി കണക്റ്റായി. ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് അവൻ കയറി ചെന്നു. ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് കയറി ചെന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇന്ന് പകൽ കംഫർട്ട് സോണുകളെ പൊളിച്ചുകൊണ്ട്, ഇന്ന് പകൽ കംഫർട്ട് സോണിനെ പൊളിച്ചുകൊണ്ട് പോർട്ടലിനകത്തേക്ക് കയറി നിൽക്കണം. ആമേൻ. കംഫർട്ട് സോണിനെ പൊളിച്ചുകൊണ്ട് പോർട്ടലിനകത്തേക്ക് കയറി പോണം. ആമേൻ. ചിരിച്ചുകൊണ്ട് പറ, ചിരിച്ചുകൊണ്ട് പറ, ചിരിച്ചുകൊണ്ട് പറ, ചിരിച്ചുകൊണ്ട് പറ. ചിരിച്ചുകൊണ്ട് പറ. ചിരി പോയി. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. യേശു എന്തോ ചെയ്തേ? ശിമോനുള്ള പടകിലേക്ക് യേശു കയറി. ആമേൻ. യേശുവിന്റെ ആദ്യത്തെ കൽപ്പന, കരയ്ക്ക് നിന്നും അല്പം മാറ്റണം. റൈറ്റ് പൊസിഷനിലേക്ക് നീ മാറ്റണം. അവൻ കരയുമായി നീ ഇടപാടുകളിൽ നിൽക്കുമ്പോ നിനക്ക് സൂപ്പർ നാച്ചുറലുമായി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവൻ ലോകവുമായുള്ള ഇടപാടുകളിൽ നിൽക്കുമ്പോ നിനക്ക് സൂപ്പർ നാച്ചുറലുമായി ബന്ധമില്ല. ഹല്ലേലൂയ. നിനക്ക് സൂപ്പർ നാച്ചുറലുമായി കണക്ട് ആകണമെങ്കിൽ നീ നിൽക്കുന്ന പൊസിഷനകത്തു നിന്ന് നീ അല്പം മാറാൻ തയ്യാറാകണം. നീ നിൽക്കുന്ന ഇതാരൊക്കെ സ്വീകരിക്കുന്നു? ഇതാരൊക്കെ സ്വീകരിക്കുന്നു? ഇതാരൊക്കെ സ്വീകരിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അവിടെ എന്തോ സംഭവിക്കുന്നേ? മീൻപിടുത്തക്കാർ എന്തോ ചെയ്യുകയെന്നറിയാമോ? ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതിന്റെ 3-ാമത്തെ വാക്യം തൊട്ട് വായിക്കാമോ? ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കേണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു, പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ശ്രദ്ധിക്കണ ദൈവമക്കളെ. ആമേൻ. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ആമേൻ. അപ്പൊ യേശു എന്തായിരിക്കും പറഞ്ഞത്? അവിടെ എഴുതിയിട്ടുണ്ടോ? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കയറി ദൈവം തരുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആമേൻ, നിങ്ങൾക്ക് ആരെങ്കിലും ദൈവത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വചനവുമായി ഭയങ്കര ഫെമിലിയർ ആയിരിക്കണം. ആമേൻ. ഇല്ലെങ്കിൽ ഇത് നടക്കത്തില്ല. ആമേൻ. അത് നിങ്ങൾക്കും ബ്ലെസ്സിങ് ആണ്, മറ്റുള്ളവർക്കും ബ്ലെസ്സിങ് ആണ്. ആമേൻ. കാരണം നിങ്ങളുടെ ലൈഫിൽ ദൈനംദിന പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്കത് ജയത്തോടെ കയറി പോകണമെങ്കിൽ വചനം ഇല്ലാണ്ട് പറ്റത്തില്ല. ആമേൻ. പ്രവചനം സാക്ഷാത്കരിക്കണമെങ്കിൽ, അത് നിവൃത്തിയാകണമെങ്കിൽ എങ്ങനെയാണ് സാക്ഷാത്കരിക്കുന്നത്? അത് വിശ്വാസത്തിൽ കാണണം നമ്മൾ. ആമേൻ. വിശ്വാസത്തിൽ കാണണം. അപ്പോൾ വചനത്തിൻ്റെ ഉറപ്പും വചനവും നമ്മൾ ഇല്ലെങ്കിൽ നമുക്കിതിനെ കയറി പിടിക്കാൻ പറ്റത്തില്ല. ആമേൻ. ആമേൻ. വളരെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവം സംസാരിക്കുന്നത് എപ്പോഴും നമ്മുടെ അറിവിനനുസരിച്ചു മാത്രമാണ്. ആണ് 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 നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകലവും നിങ്ങളെ ഉപദേശിച്ചു തരും. അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. എന്തുവാ എന്ന് പറഞ്ഞാട്ടെ? അടുത്ത ആഴ്ച തൊട്ട് എംബോസിഷൻ എഴുതേണ്ടി വരും തോന്നുന്നു. എന്താ എൻ്റെ കൂടെ ഒരു കാര്യം പറയുന്നുണ്ട്? ഉറക്കെ പറയാൻ വേണ്ടി? അല്ലല്ലല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും.
ആ അല്ലല്ല, നിങ്ങളെ സകലത് ഓർമ്മപ്പെടുത്തും. എന്താണ്? ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോ എന്ത് ചെയ്യുന്നു? ഓർമ്മപ്പെടുത്തും. ആമേൻ, ഹല്ലേലൂയ. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും ശക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണെന്ത്? ഓർമ്മപ്പെടുത്തൽ. എന്താണ്? ഓർമ്മപ്പെടുത്തൽ. ആമേൻ. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഒരു 5 മിനിറ്റ്സ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ആമേൻ. നമുക്ക് ഓർമ്മയുള്ളൊരു കാര്യം എന്തൊക്കെയാണ് നമ്മൾ ഓർമ്മയിലിരിക്കുന്ന സാധാരണഗതിയിൽ പറയാൻ പറ്റുമോ? നമ്മുടെ ലൈഫിൽ, നമ്മുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായ കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മയിലിരിക്കുന്നത്. കഴിഞ്ഞ നാളുകൾ എന്താ? നമ്മുടെ ലൈഫിനകത്തൂടെ നമ്മൾ കടന്നുപോയ എക്സ്പീരിയൻസുകളാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ അവർ ഓർത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അല്ലേ? അവർ പഠിക്കുന്നു അല്ലേ? അതുകൊണ്ട് അവർ ഓർത്തിരിക്കുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞോട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ എക്സാമ്പിളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സൗമ്യസിസ്റ്ററുടെ വചനം പറഞ്ഞപ്പോൾ ശക്തമായ ഒരു കാര്യം പറഞ്ഞു. ആമേൻ. ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റാണത്. ആമേൻ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആമേൻ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ഞാൻ പറയുകയാണ്, ഒരു വാക്കിങ്ങനെയാണ്, ദൈവം അവിടെ പ്രമോഷൻ കൊടുക്കുകയാണ്. ശിഷ്യന്മാരായിരുന്നവരെ അപ്പോസ്തലന്മാരാക്കി. എന്താണ്? ഇപ്പം നിങ്ങൾക്ക് എന്ത് വന്നു? ഓർമ്മ വന്നു. എന്തുകൊണ്ട് ഓർമ്മ വന്നു? നിങ്ങൾ കേട്ടത് കൊണ്ട്. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോയി. പക്ഷെ ഇപ്പം ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വീണ്ടും റീകളക്ട് ചെയ്തു. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ആമേൻ. എന്താണ്? ഇതാണ് ചില സംഭവങ്ങളെ, ചില വസ്തുതകളെ എന്തു ചെയ്യും? ഓർമ്മപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഓർമ്മപ്പെടുത്തൽ, ഞാൻ എൻ്റെ ഒരു ലൈഫിനെ ചെറിയ സാക്ഷ്യം കൂടെ ഇതിനോട് അനുബന്ധിച്ച് പറയാം. ഓർമ്മപ്പെടുത്തൽ എന്ന് പറയാം, എൻ്റെ ലൈഫിനകത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള സാക്ഷ്യം തന്നെയാണ്. പലപ്പോഴും ഞാൻ ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ആരും എൻ്റെ തലയിൽ കൈവെക്കുന്നില്ല. ഞാൻ ഏത് മീറ്റിങ്ങിന് പോയാലും ആരും എൻ്റെ തലയിൽ കൈവെക്കത്തില്ല. ചുറ്റുപാടെ ഉള്ളവർ എല്ലാവരും തലയിൽ ദിവസം വരെ തല കൈവച്ചിട്ട് അങ്ങ് പോകും. പക്ഷെ എൻ്റെ തലയിൽ ആരും കൈവെക്കത്തില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് ചെന്ന് നിർബന്ധിച്ചത് പോയാൽ അവർ തലയിൽ കൈവെക്കും. ഓക്കെ, ആമേൻ. ഇത് കുറച്ച് നാൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആമേൻ. കുറച്ച് നാൾ എന്നെ വേദനിപ്പിച്ചു, ഭയങ്കരമായി വേദനിപ്പിച്ചു. എൻ്റെ പ്രതിസന്ധിയൊന്നുമല്ല പ്രശ്നം, അതൊന്നുമല്ല പ്രശ്നം. ദൈവത്തിന് എന്നെ വേണ്ടയോ? ദൈവത്തിന് എന്നോട് ഒരു താല്പര്യമില്ലേ? കർത്താവ്, എന്താണ് എൻ്റെ പ്രശ്നം? എന്തുകൊണ്ടാണ് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഇരിക്കുന്നൊരു സന്ദർഭത്തിലാണ് ദൈവം എന്നെ സ്വപ്നത്തിനകത്ത് ഒരു മീറ്റിങ്ങിനകത്തിരിക്കുമ്പോൾ ദൈവം എൻ്റെ മേൽ കൊണ്ട് തല കൈവെക്കുക. ഒരു ദൈവദാസൻ എൻ്റെ തലയിൽ കൈവെക്കുകയാണ്. ആമേൻ. സ്വപ്നത്തിൽ കൈവെക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത് ഞാൻ സ്വപ്നമായി കണ്ടുവിട്ടു. കുറച്ച് നാളിന് ശേഷം ഞാനൊരു ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, അന്ന് രാത്രിയിൽ ഞാനാണ് നിന്നെ തൊട്ടത്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞോട്ടെ, വാ വിട്ട് കരഞ്ഞു. ഇങ്ങനെ ദൈവം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഞാനാണ് നിന്നെ സന്ദർശിച്ചതെന്ന്, ഞാനാണ് നിന്നോട് സംസാരിച്ചതെന്ന്. ഇങ്ങനെ ദൈവം നിന്നെ ഓർമ്മപ്പെടുത്തും. ഞാനാണ് നിന്നെ കരുതിയെന്ന്. ഓ ഹല്ലേലൂയ. അപ്പോൾ നിന്റെ മേൽ ഇറങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. അതെൻ്റെ ലൈഫിൽ റിയാലിറ്റിയായി സംഭവിച്ചു. ചില നാളുകൾക്ക് ശേഷം ആ സ്വപ്നം കണ്ട ദൈവദാസൻ തന്നെ എൻ്റെ തലയിൽ കൈവച്ചു. കൃത്യമായി, അൺഎക്സ്പെക്റ്റഡായി, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പദ്ധതി, നിന്നെ പറ്റിയുള്ള കരുതൽ ഇതാ. അവൻ ഇന്ന് പകൽ എനിക്കൊന്നുകൂടെ ചേർത്ത് പറയാനുണ്ട്.
നിന്റെ വേദനകളെയും നിന്റെ ഭാരങ്ങളെയും അറിയുന്ന ഒരുവനുണ്ട്. നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആര് നിന്നെ കണ്ടില്ലെങ്കിൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. കൃത്യസമയമാകുമ്പോ ആ പോർട്ടലുമായി നീ കണക്ട് ചെയ്ത് നിന്നോ, അവൻ അഭിഷേകം നിന്റെ മേൽ വരൂ. അഭിഷേകം നിന്റെ മേൽ വരൂ. അഭിഷേകം നിന്റെ മേൽ വരൂ. അഭിഷേകത്തിന്റെ തൈലം നിന്റെ മേൽ വരൂ. ആമേൻ. അഭിഷേകത്തിന്റെ തൈലം നിന്റെ മേൽ വരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഞാൻ പറഞ്ഞത് എന്തെന്നറിയാമോ? ദൈവത്തിന്റെ അതിശക്തമായ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർമ്മ വരണമെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മുടെ ലൈഫിൽ മുമ്പ് കേൾക്കുകയോ കാണുകയോ അനുഭവിക്കുകയോ അറിയുകയോ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ ഒരു കാര്യം മാത്രമേ ഓർമ്മപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽ നിന്റെ മേൽ ഓപ്പൺ ആകണമെങ്കിൽ ഈ വചനത്തിനകത്ത് നീ ചിലതിനെ നിന്റെ തലയ്ക്കകത്തേക്ക് ഫീഡ് ചെയ്യാൻ. ആമേൻ. ഇത് അനുഭവിച്ചവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഞാൻ പറഞ്ഞോട്ടെ ദൈവമക്കളെ, ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നതും ഇതേ ഒരു ചാനലിനകത്തൂടെ മാത്രമാണ്. ആമേൻ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പഠിച്ചുകൊണ്ട് വരുന്നതല്ല. ഇവിടെ നിൽക്കുമ്പോൾ ആമേൻ, എൻ്റെ മുമ്പിൽ നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ, പുസ്തകം എൻ്റെ മുമ്പിലില്ല. ഈ വചനം മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. അവൻ ഓരോ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അവൻ ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ഈ ചാനൽ നിങ്ങളുടെ മേൽ ഓപ്പൺ ആകട്ടെ. ഈ ചാനൽ നിങ്ങളുടെ മേൽ ഓപ്പൺ ആകട്ടെ. ഈ ചാനൽ നിങ്ങളുടെ മേൽ ഓപ്പൺ ആകട്ടെ. ഈ ചാനൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ഒരു വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മേലെ സ്പോട്ടിൽ വചനം വരണം. സ്പോട്ടിൽ വചനം വരണം. അതിനെന്തോ വേണം? നിങ്ങൾ അറിവുണ്ടാക്കിയേ പറ്റൂ. നിങ്ങൾ മറന്നുപോയാണെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ തക്ക സമയത്ത് ഓർമ്മപ്പെടുത്തും. ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ അത് കാണത്തില്ല. നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത് അന്നേരം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇട്ടുതരും. ഇന്ന് പകൽ അത് നിങ്ങളുടെ മേൽ ഓപ്പൺ ആകട്ടെ. ഇന്ന് പകൽ ആ ചാനൽ നിങ്ങളുടെ മേൽ ഓപ്പൺ ആകട്ടെ. അതിശക്തമായ ചാനൽ ഓപ്പൺ ആകട്ടെ. ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞോട്ടെ, എത്രത്തോളം നിങ്ങൾ ഈ വചനത്തിനകത്തേക്ക് ആഴമേറി കയറുന്നോ അത്രത്തോളം ദൈവം നിങ്ങളോട് സംസാരിക്കും. അത്രത്തോളം ദൈവം തന്നുകൊണ്ടിരിക്കും. അത്രത്തോളം നിങ്ങൾ ഇതിനകത്തേക്ക് കയറിപ്പോകും. ഞാൻ പറയാം, ഇന്ന് പകൽ ഏത് വിഷയത്തിന് മുമ്പിലാണെങ്കിലും ഏത് കാര്യത്തിന് മുമ്പിലാണെങ്കിലും ഇതാണ് നിങ്ങളുടെ സൊല്യൂഷൻ. ഇത് വെറുതെ എഴുതി വെച്ചതല്ല. ഇത് ജീവനുള്ളതാണ്. ഇതിനകത്തുനിന്ന് ജീവൻ വ്യാപരിക്കും. അവൻ ഇത് നിങ്ങൾ വായ കൊണ്ട് ഏറ്റുപറയുമ്പോ അവൻ ഇത് ചലിക്കൂ. ഇത് ചലിക്കാത്ത മേഖലകളെ ചലിപ്പിക്കൂ. ഉണങ്ങിയ അസ്ഥികളെ ചലിപ്പിക്കൂ. ഉണങ്ങിയ മേഖലകളെ ചലിപ്പിക്കൂ. കാരാഗ്രഹത്തിന്റെ ചങ്ങലകള് 2025 ഒരു തീരുമാനമെടുക്കണം. 2025 ഒരു തീരുമാനമെടുക്കണം. ആമേൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇതായിരിക്കട്ടെ. ആമേൻ. ഞാൻ ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർക്കുമെന്നല്ല, ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഞാൻ പോകും. ഇതിന്റെ ആഴങ്ങൾ 2025 തിരുവന്റെ വർഷമാകട്ടെ. ആമേൻ. നിങ്ങൾ തീരുമാനിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകലത് ഉപദേശിച്ചു തരും, സകലത് ഓർമ്മപ്പെടുത്തി തരും. ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്.
നിങ്ങൾ ഒരു ബൈബിൾ സ്കൂളിലും പോയില്ലെങ്കിലും, പോകുന്നത് നല്ലതാണ്, പൊയ്ക്കോ. പക്ഷേ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത് പോലെ ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല കേട്ടോ. അവൻ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അതിനപ്പുറം ഒന്നുമില്ല. അതിനപ്പുറം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. കൃത്യമായി നിന്നെ റൂട്ടുകളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കണക്ഷനിലേക്ക് കൊണ്ടുപോകട്ടെ. ഹല്ലേലൂയ, ആമേൻ. വചനം പറയുന്ന ഇരുട്ടെന്താണ്? വചനം പറയുന്ന ഇരുട്ടെന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. എന്താണ്? അറിവില്ലായ്മയാണ്. വെളിച്ചമെന്ന് വെച്ചാൽ എന്താണ്? അറിവുള്ളതാണ്. വചനത്തിന്റെ ഇരുട്ട് നമ്മുടെ സാധാരണ ഇരുട്ടല്ല. ഇത് എന്താണിത്? അത്രത്തോളം അറിവുണ്ടോ? എൻ്റെ വചനം എന്തോന്നാ? നിന്റെ കാലിന് ദീപവും പാതയ്ക്കൊരു പ്രകാശവുമാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് തെളിവായി കാണണമെങ്കിൽ എന്ത് വേണം? നിന്റെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ നീ തപ്പിത്തടയത്തില്ല, നീ വീഴത്തില്ല, നീ തകരത്തില്ല. യേശുവിന്റെ നാമത്തില് ആമേൻ. ഹല്ലേലൂയ. ഇതാണ് റിയാലിറ്റി, ഇതാണ് സത്യം, ഇതാണ് വഴി. ഈ വഴിക്കകത്തൂടെ നിങ്ങൾ ഒരുവനെ കാണും. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ഒരുവനെ കാണും. ക്രിസ്തുവിലൂടെ നിങ്ങളെ കാണും. നിങ്ങളെ കാണും. അതാ സൂപ്പർ നാച്ചുറലിലേക്ക് നിങ്ങൾ കയറി പോകും. ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. 2025 തീരുമാനം അതാകട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ യേശു എന്തോ ചെയ്തു? പുരുഷാരത്തെ ഉപദേശിച്ചു. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ, അതല്ല, ശരിയല്ലേ? നമുക്ക് ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. ആമേൻ, സത്യമല്ലേ? ആമേൻ. പക്ഷെ അവരെന്തോ ചെയ്ത് തിക്കിത്തിരക്കിയെന്നാ പറഞ്ഞത്. ആമേൻ. ദൈവത്തിന് നിങ്ങളുടെ അറ്റൻഷൻ ഭയങ്കര ആവശ്യമാണ്. നിങ്ങളുടെ മനസ്സൊരുക്കം ഭയങ്കര ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സൊരുക്കവും നിങ്ങളുടെ അറ്റൻഷനും ഭയങ്കര സൂപ്പർ നാച്ചുറൽ. ഇത് ഒന്നേ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ നിൽക്കുന്ന റെലം വേറെയാ. ദൈവം സ്പിരിച്വൽ റെലത്തിലാണ്, ദൂതന്മാർ സ്പിരിച്വൽ റെലത്തിലാണ്. സോ നമ്മൾ എന്താ വേണം? നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല നമുക്ക്. ആമേൻ. ഇന്ന് പകൽ ഒന്ന് കൈ ഉയർത്തി പറഞ്ഞാട്ടെ, അനുസരണം എന്നെ പോർട്ടലിലേക്ക് കൊണ്ടെത്തിക്കും. എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് നിന്നെ കൊണ്ടിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. നാലാമത്തെ വാക്യം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു. അതിൻ ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ഇതിനകത്ത് ദൈവം ചിലത് നിങ്ങൾക്ക് തരും. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണേ ദൈവമക്കളെ. സംസാരിച്ചു തീർന്നപ്പോൾ ഇതാ അവൻ ശീമോനെ എന്തു ചെയ്തെന്ന് പറഞ്ഞേ? സംസാരിച്ചു തീർന്നപ്പോൾ യേശുവിൻ്റെ ശ്രദ്ധ മാറി. അപ്പൊ യേശു എന്തായിരിക്കും സംസാരിച്ചുകൊണ്ടിരുന്നത്? നമുക്ക് തുടർന്ന് നടന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം യേശു എന്തായിരിക്കും സംസാരിച്ചത്. നമുക്ക് കൃത്യമായി പറയാൻ പറ്റത്തില്ല, എന്നാലും വചനത്തിൻ്റെ ഒരു രീതി അനുസരിച്ച്, തെളിവനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇത് കഴിഞ്ഞെന്തോ സംഭവിക്കുന്നു, അതായിരിക്കും അവൻ പ്രഖ്യാപിച്ചത്. അവൻ പ്രഖ്യാപിക്കുന്നതാണ് സംഭവിക്കാൻ പോകുന്നത്.
അവൻ പറയുന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവൻ പറയുന്നതാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അവൻ അങ്ങനെയാണെങ്കിൽ അവൻ എന്തോ പറഞ്ഞിരിക്കും. അവൻ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ചിലത് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു. അവൻ നിനക്ക് വേണ്ടി ചിലത് അവൻ പുതിയത് ഉണ്ടാകാൻ പോകുന്നു. ഇതാ നിന്റെ പ്രമോഷന്റെ ടൈമാണ്. അവൻ, ഞാൻ വിശ്വസിക്കുന്നു, അവൻ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും അവൻ സംസാരിച്ചത്. ഇതാ 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 നിനക്ക് വേണ്ടി പുതിയ ചിലത് അതിപ്പോൾ സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറഞ്ഞാൽ അതിൻ്റെ പുറകെ അത് സംഭവിക്കും. അവൻ വചനത്തിൽ നിങ്ങൾ എവിടെ എടുത്ത് നോക്കിക്കോ. അവൻ ഹല്ലേലൂയ, അവൻ പറഞ്ഞത് പിന്നീട് സംഭവിച്ചിട്ടുള്ള ചരിത്രം മാത്രമേ ഇതിനകത്തുള്ളൂ. ഒരൊറ്റ കാര്യം പോലും അത് സംഭവിക്കാതിരുന്നിട്ടില്ല. അവനെ പറ്റി പറഞ്ഞ പ്രവചനങ്ങളും അവന് വേണ്ടി പറഞ്ഞ പ്രവചനങ്ങളും അവൻ പറഞ്ഞത് മുഴുവനോ അത് നിവർത്തിയായ ചരിത്രമേ ഉള്ളൂ. പകൽ വിശ്വസിക്കണം, യേശു ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാനെന്ന്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ വിശ്വസിക്കണം, യേശു ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാനെന്ന്. ഇന്ന് പകൽ വിശ്വസിക്കണം, അവൻ ഞാൻ വിടുന്ന ഓരോ ശ്വാസത്തെക്കാൾ, ഞാൻ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തെക്കാൾ അധികമായി എൻ്റെ കൂടെ വസിക്കുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയായവൻ അവൻ ഇവിടെ ഉണ്ടെന്ന ബോധ്യം, അത് എന്നിലുണ്ടെന്ന ബോധ്യത്തോടെ ഇന്ന് പകൽ പറയാൻ കഴിയണം, അവൻ എൻ്റെ അവസ്ഥയെ മാറ്റാൻ, എൻ്റെ സാഹചര്യങ്ങളെ മാറ്റാൻ, എൻ്റെ സിറ്റുവേഷനെ മാറ്റാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇതുപകൽ പറഞ്ഞാട്ടെ, രണ്ടുപേർ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. നീ രണ്ടുപേർ കൈ കൊടുത്ത് പറയണം, എൻ്റെ യേശുവിൻ്റെ ശ്രദ്ധ നിന്നിലേക്ക് മാറിയെങ്കിൽ, യേശുവിൻ്റെ ശ്രദ്ധ നിന്നോട്ട് മാറിയെങ്കിൽ, അവൻ യേശു നിന്നിലേക്ക് വരുന്നത് അവൻ നിന്നെ വിജയിപ്പിക്കാനാണ്, നിന്നെ വിജയിപ്പിക്കാനാണ്. ശക്തിയില്ല, പോരാ. ആമേൻ. യേശു നിങ്ങളിലേക്ക് വരുന്നത് എന്തിനാ? നിങ്ങളെ വിജയിപ്പിക്കാനാണ്. ആമേൻ. പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ, ഞാൻ ജയിച്ചവനാണ്, ഞാൻ ക്രിസ്തുവിൽ ജയിച്ചവനാണ്, ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ്, ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ്. എൻ്റെ പടകിൽ അവൻ ഉള്ളിടത്തോളം കാലം, എൻ്റെ പടകിൽ അവൻ നിൽക്കുന്നിടത്തോളം കാലം, എൻ്റെ കൂടെ അവൻ ഉള്ളിടത്തോളം കാലം ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. ഞാൻ ജയിക്കുക തന്നെ ചെയ്യോ. ഞാൻ ജയിക്കുക തന്നെ ചെയ്യോ. ശ്രദ്ധിക്കണേ, കാലങ്ങളോളം മീൻ പിടിച്ച് ഒരുവൻ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ആമേൻ. പരാജയപ്പെട്ട് ഇനി അവൻ പരാജയപ്പെടാനില്ല. ആമേൻ. ഇനി അവൻ തോൽക്കാൻ യാതൊന്നുമില്ല. ആരുടെയൊക്കെ ജീവിതങ്ങളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇന്ന് പകൽ യേശുവിൻ്റെ വാക്കുണ്ട്. ഇന്ന് പകൽ യേശുവിൻ്റെ ഒരു വാക്ക് അതിൻ്റെ മുമ്പിലുണ്ട്. നീ എന്തോ ചെയ്യണം, നീ എന്തോ ചെയ്യണം. ചേഞ്ച് യുവർ പൊസിഷൻ. ഓ, ഇതുവരെ നീ ഇറക്കിയെടുത്തു നിന്ന് ഇത് ആഴത്തിലേക്കൊന്ന് ഇറക്കുക, ഇത് ആഴത്തിലേക്കൊന്ന് ഇറക്കുക. ചേഞ്ച് യുവർ പൊസിഷൻ. ആമേൻ, ആമേൻ. പോർട്ടലിനകത്തേക്കൊന്ന് കണക്റ്റ് ആകും, പോർട്ടലിലേക്കൊന്ന് കണക്റ്റ് ആകണം. ദൈവത്തിന്റെ പോർട്ടലിലേക്ക് നീ ഒന്ന് കണക്റ്റ് ആകണം. അവൻ എന്തോ ചെയ്തെന്നറിയാമോ? ഇവൻ നോക്കുമ്പോ എന്തോ ഇവൻ തച്ചന്റെ മകനാ. അവൻ ശീമോൻ നോക്കുമ്പോ ഇവൻ ആരാ? തച്ചന്റെ മകനാ. പക്ഷെ ഇവൻ എവിടെയോ ഒരു ബോധ്യമുണ്ടായി. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളുടെ ഇടയിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് ഇവനൊരു ബോധ്യതയുണ്ടായി.
അവൻ ഇന്നു പകൽ നീ വിളിക്കുന്ന ദൈവത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മാത്രം ഒരു ബോധ്യം നിനക്കുണ്ടെങ്കിൽ, അവൻ ഒരു ബോധ്യം നിനക്കുണ്ടെങ്കിൽ, ഓ നീ വിളിക്കുന്ന ദൈവത്തിന് അവനൊരു സാധാരണക്കാരനല്ലെന്ന ഒരു ചിന്ത നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, ആമേൻ. എന്തോ വ്യത്യസ്തത എന്റെ ദൈവത്തിനുണ്ടെന്ന് ഇന്നു പകൽ നിങ്ങൾ ഇവിടെ കയറി വന്നത് പൊട്ടത്തരമല്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ, ഓ ഇവിടെ കയറി നിൽക്കുന്നത് ഓ ഇതൊരു വെറും ഫോഷ്കല്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ, ഓ ഇന്നു പകൽ നിനക്ക് വേണ്ടി, ഓ ഇന്നു പകൽ നിനക്ക് വേണ്ടി ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നതിനറിയാം ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചത് പൊട്ടത്തരമല്ലെന്ന്, ഞാൻ ഇറങ്ങി തിരിച്ചത് പൊട്ടത്തരമല്ലെന്ന്. ലോകം പലതും പറഞ്ഞോട്ടെ, ലോകം നിന്നെ എന്ത് പറഞ്ഞോട്ടെ, ഇന്ന് പകൽ എനിക്ക് പറയാൻ കഴിയുമോ ഞാൻ ഈ പ്രസംഗിക്കുന്നത് പൊട്ടത്തരമല്ലെന്ന്, ഞാൻ ഈ നിൽക്കുന്നത് പൊട്ടത്തരമല്ലെന്ന്. ഹല്ലേലൂയ. ഇത് ഉറപ്പോടെ ഉറപ്പോടെ ആമേൻ. ദൈവമക്കളെ, ഇന്നത്തെ സാഹചര്യങ്ങളിൽ, ഇന്നത്തെ ലോകത്ത് നടക്കുന്ന പല സാഹചര്യങ്ങളിലും അവൻ കൈകൊട്ടുന്നവരൊന്നും, ആമേൻ, പല രീതിയിൽ നിങ്ങളെ അപമാനിക്കുന്ന പലതും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാം. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാകണം, ഞാനൊരു പൊട്ടത്തരത്തിന് മുമ്പിലല്ല നിൽക്കുന്നതെന്ന്. ഇന്ന് പകൽ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാകണം, ഞാൻ നിൽക്കുന്നവൻ ജീവനാണെന്ന്. എന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ജീവനും സത്യമാണ്. പകൽ എന്റെ മുമ്പിൽ നിൽക്കുന്നവൻ ജീവനാണെന്ന്, എന്റെ മുമ്പിൽ നിൽക്കുന്നവൻ സൃഷ്ടാവാണെന്ന്, ഞാൻ ആരാധിക്കുന്നവൻ ദൈവമാണെന്ന്. ഇന്ന് പകൽ ആരുടെയൊക്കെയോ ആത്മാവിചാരത്തിനെ കണക്ട് ചെയ്യുന്നു, ആത്മാവിചാരത്തിനെ കണക്ട് ചെയ്യുന്നു. നീ കയറി നിൽക്കുന്നത് പൊട്ടത്തരത്തിലല്ല, നീ നിൽക്കുന്നത് മോശെ, നീ നിൽക്കുന്നത് ഇത് വിശുദ്ധിയുള്ള സ്ഥലമാണ്. ഓ ഇത് ദൈവത്തിന്റെ, നീ കയറി നിൽക്കുന്ന പ്ലേസിനെ പറ്റിയൊരു ബോധ്യം നിനക്കുണ്ടാകണം, നിന്റെ മുമ്പിൽ നിൽക്കുന്നവനെ പറ്റിയൊരു ബോധ്യം നിനക്കുണ്ടാകണം. ആമേൻ. അതിനനുസരിച്ചാ നീ മൂവ് ചെയ്യുന്നതെങ്കിൽ, അതിനനുസരിച്ചാ നീ മൂവ് ചെയ്യുന്നെങ്കിൽ, വരും നിമിഷങ്ങളിൽ ഒന്നോട് പറഞ്ഞാട്ടെ, രണ്ടൊരു കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, അനുസരണം എന്നെ ഹോട്ടലിനകത്തേക്ക് കണക്ട് ചെയ്യും. ആമേൻ. പോർട്ടലിനകത്തേക്ക് കണക്ട് ചെയ്യാൽ എന്താ? ഞാൻ പറഞ്ഞു എന്താ പോർട്ടൽ? നീ നിൽക്കുന്ന പൊസിഷൻ, നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അവൻ വിശ്വാസത്താൽ നീ മൂവ് ചെയ്യുന്നതാണ്. വിശ്വാസത്താൽ ദൈവത്തിന്റെ പോർട്ടലിനകത്തേക്ക് നീ കയറി നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. സഭ റെഡിയാണോ? സഭ റെഡിയാണോ? റെഡിയാണെങ്കിൽ നിങ്ങൾ സംഭ്രമിക്കുമാറ്, നിങ്ങൾ സംഭ്രമിക്കുമാറ്, നിങ്ങൾ സംഭ്രമിക്കുമാറ്. ഇതാ ഒരു ഒഴുക്കിനെ നിങ്ങൾ കാണാൻ പോവുകയാണ്, ഒരു നിറവനെ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, അവൻ എന്നെ ദൈവം ഇറക്കി നിർത്തിയത് പൊട്ടത്തരത്തിനല്ല, പൊട്ടത്തരത്തിനല്ല. ഇതിന്റെ പുറകിൽ ഒരു ഒഴുക്ക് വരാനുണ്ട്, ഇതിന്റെ പുറകിൽ ഒരു ഒഴുക്കുണ്ട്. പോർട്ടലിനകത്ത് ഒഴുക്കുണ്ട്, പോർട്ടലിനകത്ത് ആത്മീയവും ഭൗതികവുമായ ഒഴുക്കുണ്ട്. ആമേൻ. പോർട്ടലിനകത്തേക്ക് നീ കയറി നിന്നാൽ നീ ചിന്തിക്കുന്നതല്ല ശിമോനെ, നീ ചിന്തിക്കുന്ന നിലവാരങ്ങളല്ലടാ.
ഒരു വല നിറയ്ക്കാൻ കഷ്ടപ്പെട്ടവൻ രണ്ട് വള്ളത്തെ നിറയ്ക്കുകയാണ്. ആമേൻ. ഒരു വല ഒന്ന് നിറഞ്ഞു കിട്ടാൻ കഷ്ടപ്പെട്ടവൻ ഇതാ രണ്ട് വള്ളത്തെ നിറച്ചോണ്ട് ഓ ഇന്നു പകൽ യേശുവിന്റെ നാമത്തിൽ ആരോടൊക്കെ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു, ആരോടൊക്കെ നീ ആത്മാവിൽ കൽപ്പിക്കുന്നു, ഓ നീ ചിന്തിക്കുന്നതല്ല, ആമേൻ ആമേൻ. എന്റെ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്, ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്. നിന്റെ കഴിവിനനുസരിച്ചു, അവൻ നിന്റെ ആലോചനയ്ക്കനുസരിച്ചു ദൈവത്തെ നീ ലിമിറ്റ് ചെയ്യരുത്. ഇന്ന് പകൽ അവന്റെ വാക്കിന് നീ ചെവി കൊടുക്കുക, അവന്റെ വാക്കിന് നീ ചെവി കൊടുക്കുക. അനുസരണം നിന്നെ പോർട്ടലെത്തിക്കൂ, പോർട്ടൽ നിന്നെ സൂപ്പർ നാച്ചുറലിലേക്ക്, പോർട്ടൽ നിന്നെ സൂപ്പർ നാച്ചുറലിലേക്ക്. Hallelujah. Hallelujah. Amen. Hallelujah. പറഞ്ഞാട്ടെ. അനുസരണം എന്നെ പോർട്ടലെത്തിക്കും, പോർട്ടലിനെ അസാധാരണമായ നിലവാരത്തിലേക്ക് പൊക്കും. ശിവനെ, നീ വിചാരിച്ചില്ലടാ, നീ നിസ്സാര കാര്യമാണെന്ന് നീ ചിന്തിച്ചെങ്കിൽ കർത്താവ്, എങ്കിലും ഞാൻ നിന്റെ വാക്കിന് ആ ഒരു എങ്കിലിനും അകത്ത് അവൻ എവിടെയോ കയറിപ്പോയി. എങ്കിലും അവൻ ഞാൻ തോറ്റു നിൽക്കുക കർത്താവേ, പക്ഷേ തോറ്റു നിൽക്കുന്നെങ്കിലും പരാജയപ്പെട്ട് നിൽക്കുന്നെങ്കിലും പക്ഷേ ഞാൻ ഇപ്പോഴും ഞാൻ നിന്റെ വാക്കിന് ഞാൻ കയറുകയാണ്. ഹല്ലേലൂയ. എന്റെ ദൈവം കയറി വരുന്നത് നിന്നെ തോൽപ്പിക്കാനല്ലടാ, നിന്നെ തോറ്റു നിർത്താനല്ല, നീ തോറ്റെന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്താനുമല്ല. ഓ, നിന്നെ കരം പിടിച്ച് ഉന്നതങ്ങളിൽ എവിടൊക്കെ നീ തോറ്റെങ്കിലും അവിടെ തന്നെ ഉയർത്തി നിന്നെ കൊണ്ടുവരുന്ന എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. ഒരു വല നിറയ്ക്കാൻ വേണ്ടി വന്നവൻ ഇതാ രണ്ട് വള്ളവും നിറച്ചുകൊണ്ട് വെന്തിരിക്കുക. ആമേൻ. ഈ നിറവ് നീ ഉദ്ദേശിക്കുന്ന തലമൊന്നും അല്ല കേട്ടോ. അളക്കാൻ പോകരുത്. അളക്കാൻ പറ്റിയില്ല ജോസഫിന്, അളക്കാൻ പോകരുത്. അവൻ ഏലിയ ഒരു വിധവയുടെ ഭവനത്തിൽ കയറി ചെന്നു. അത് പിന്നെ അതിന് നീ വിചാരിക്കുന്ന ലെവലിൽ നിൽക്കത്തില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് അത് നീ നിൽക്കുന്ന ലെവലിൽ നിൽക്കത്തില്ല. നീ അളക്കാൻ പോകരുത് കേട്ടോ. നീ ആരെ അളക്കാൻ പോകരുത്. അവൻ ദൈവം നിർത്തിയ പൊസിഷനെ അളക്കാൻ പോകരുത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് എന്താ പറയുന്നത് അറിയാമോ? ആമേൻ. ഇവൻ സംഭ്രമിച്ചു പോയി. എന്താണ്? ഇവൻ സംഭ്രമിച്ചു പോയി. സകല അത്ഭുതങ്ങളും കൈവന്ന് നിൽക്കുകയാണ്. ഭയപ്പെട്ടു പോയി. യേശു പറയുന്നു, എന്താ പറയുന്ന വാക്യമൊന്ന് വായിക്കാമോ? 7 തൊട്ട് വായിച്ചു. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. മതി. ഇതെല്ലാം കണ്ട് ഭയന്ന് ശിമോൻ നിൽക്കുമ്പോ അവൻ യേശു പറയുക, ഭയപ്പെടേണ്ട.
ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ആമേൻ. ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ആമേൻ. ഹല്ലേലൂയ. പോർട്ടലിലേക്ക് കണക്റ്റ് ആയാൽ പ്രമോഷൻ നിനക്കുണ്ട്. പ്രമോഷൻ നിനക്കുണ്ട്. അത് ഡിസംബർ മാസമാണെങ്കിലും ജനുവരി മാസമാണെങ്കിലും ഏത് മാസമാണെങ്കിലും നീ പോർട്ടലിലൊക്കെ കയറി നിന്നാൽ നിനക്കൊരു പ്രമോഷനുണ്ട്. നിനക്കൊരു പ്രമോഷനുണ്ട്. ഇന്ന് പകൽ ആ പ്രമോഷന്റെ വാല്യൂ അറിയാമെങ്കിൽ, അവൻ ഇന്ന് വരെ നീ മീനെ പിടിച്ചുകൊണ്ട് നടന്നെങ്കിൽ, ഇതാ എൻ്റെ കൂടെ നീ കൂട്ടാളിയായി. ഹല്ലേലൂയ. പത്രോസേ, ആമേൻ, ആമേൻ. നിന്നെ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയത്തില്ല. എന്ന് വെച്ചാൽ ഒരു ശക്തിക്കും നിന്നെ ജയിക്കാൻ കഴിയത്തില്ലടാ. അവൻ നീ പണിയുന്നതിൻ്റെ മുമ്പിൽ ഒരു ശക്തിക്കും അതിനെ ജയിക്കാൻ കഴിയത്തില്ല. അവൻ നീ പറയുന്നതിന് മുമ്പിൽ ഒരു ശക്തിക്കും അതിനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോകുകയാണ്. ഇന്നു പകൽ സഭയെ പണിയാൻ ചിലതിനെ ദൈവം വിളിക്കുന്നു. ഇന്നു പകൽ ആമേൻ കിട്ടിയ നന്മയും കൊണ്ടുപോകാനല്ല. ഇതാ അതിന് പുറകിൽ നിനക്ക് നീ ചിലതിനെ അനുഗമിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. നിനക്ക് നന്മ കിട്ടി, ശരിയാണ് കേട്ടോ. എന്നാൽ അതിനപ്പുറം നിനക്കൊരു വിളിയുണ്ട്. എന്നെ നീ അനുഗമിക്ക. എന്നെ നീ അനുഗമിക്ക. നീ ജീവനെ അനുഗമിക്ക. എന്നെ നീ അനുഗമിക്ക. ആമേൻ. ഹല്ലേലൂയ. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രിയ മകനെന്ന് കേട്ടൊരു വളരെ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരൊറ്റ വാക്യതാണ്. അതെൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞു. എൻ്റെ ആത്മീയ നിലവാരങ്ങൾ ഉയരുമ്പോൾ എൻ്റെ ഭൗതിക നിലവാരങ്ങൾ ഉയരും. ആമേൻ. എന്താണ്? ആത്മീയ തലങ്ങൾ ഉയരുമ്പോൾ ഭൗതിക തലങ്ങളും ഉയരും. ഒന്നുകൂടെ തിരിച്ചു പറഞ്ഞു, ഭൗതികം ഉയരുമ്പോൾ ആത്മീയം ഉയരും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കണ്ടോ, നിനക്ക് ഭൗതികം വരുമ്പോൾ കൂടെ ദൈവം ഒന്നിനെ മാത്രമല്ല തരുന്നത്, നിനക്ക് ഭൗതികവും തരും, ആത്മീയവും ദൈവം തരും. ഹല്ലേലൂയ. 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 നീ ഭൗതികത്തിന്റെ പുറമെ ഓടാനല്ല, നീ ദൈവത്തിന്റെ പുറകെ ഓടുക. അവൻ നിനക്ക് വേണ്ടത് ദൈവം തന്നോളൂ, നിന്നെ നിറച്ചോളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് നക്ഷത്രങ്ങളെ മാത്രം നിനക്ക് തരാനല്ല, നീ ആത്മീയത്തിലും ഭൗതികത്തിലും ഉയരും. അവൻ ജോസഫിനോടും പറഞ്ഞത് അങ്ങനെ തന്നെയാ. നീ ഒരു അധികാരത്തിലേക്ക് കയറും, ദൈവിക അധികാരത്തിലേക്ക് കയറുമ്പോൾ നീ ഓട്ടോമാറ്റിക് ഭൗതികത്തെ നീ കൈകാര്യം ചെയ്യും. അവൻ വചനം മുഴുവനും അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. അവൻ ഇന്ന് പകൽ ആരൊക്കെ ആത്മീയത്തിനകത്തേക്ക് കയറാൻ നിൽക്കുന്നു, അവൻ ഓട്ടോമാറ്റിക്കലി ദൈവം നിനക്ക് വേണ്ടത്. അവൻ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാമെങ്കിൽ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാമെങ്കിൽ അതോടുകൂടെ സകലതും സകലതും. ആമേൻ. ഇന്ന് പകലൊരു തീരുമാനത്തിലേക്ക് എത്തണം. റൈറ്റ് പൊസിഷനിലേക്ക് ഞാൻ പോവുകയാണ്. ദൈവത്തിന്റെ പോർട്ടലിനകത്തേക്ക് ഞാൻ കയറുകയാണ്. അത് നമ്മൾ തീരുമാനിക്കണം. കർത്താവേ, ഇതുവരെ എൻ്റെ ലൈഫിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം മിസ്സായെങ്കിൽ, നിങ്ങളെ ഞാൻ പറഞ്ഞോട്ടെ, ദൈവ സാന്നിധ്യത്തിന് അപ്പുറമായിട്ടൊരു നന്മയില്ല. ദൈവ സാന്നിധ്യത്തിന് അപ്പുറമായിട്ട് ലോകത്തിലൊരു ലഹരിയില്ല. ആമേൻ. ആ ലഹരി അനുഭവിച്ചവർക്കറിയാം അതിനപ്പുറം ഒരു ലഹരിയില്ല. അവൻ ആ ലഹരിക്കകത്തേക്ക് കയറിപ്പോകാനാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നത്. ദൈവത്തോട് കൂടെ ആ ദൈവ സാന്നിധ്യത്തിന്റെ ലഹരി എനിക്ക് അനുഭവിക്കണം കർത്താവേ. നീർത്തോടുള്ളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് കർത്താവേ, ഞാൻ അതിനു വേണ്ടി വാഞ്ചിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുമെങ്കിൽ, കർത്താവേ, ഞാൻ നിന്നോട് കൂടെ നടക്കുവാൻ, കർത്താവേ, ഞാൻ നിന്നോട് കൂടെ നടക്കുവാൻ, നിന്നെ അനുഗമിക്കുക. എൻ്റെ പൊസിഷന് വേണ്ടിയല്ല കർത്താവേ, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല. ആമേൻ.
ആരൊക്കെ വാസ്തവമായി പറയും, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാൻ ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ തയ്യാറാകുന്നു. അപ്പൊ ഞാൻ നിന്നെ അനുഗമിക്കാൻ ഞാൻ തയ്യാറാകുന്നു, ഞാൻ നിന്നെ തീരുമാനിക്കുന്നു. ഒരു പുതിയ വർഷം എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ, ഒരു പുതിയ വർഷം എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവൻ എന്നിലൂടെ എന്നെ ഉപയോഗിക്കണമേ എന്ന് കർത്താവിനോട് ആരൊക്കെ പറയും, കർത്താവേ അപ്പൊ അടിയനെ ഉപയോഗിക്കണമേ, അടിയനിതാ എന്ന് പറയാൻ ആരൊക്കെ ഉണ്ട്? കർത്താവേ എന്നെ ഉപയോഗിക്കണമേ എന്ന്. പുതിയ മേഖലകളെ ഞങ്ങൾ കണ്ടുമുട്ടട്ടെ കർത്താവേ. റൈറ്റ് കണക്ഷനുകൾ ഈ ദിവസങ്ങളിൽ അവരിലേക്ക് വരട്ടെ. റൈറ്റ് കണക്ഷനുകൾ, റൈറ്റ് പ്ലേസുകൾ, റൈറ്റ് പൊസിഷനുകൾ, ആത്മാവിൽ ഡിവൈൻ പൊസിഷനുകളിലേക്ക് ചിലത് കണക്ട് ആകട്ടെ. ഡിവൈൻ പൊസിഷനിലേക്ക് ചിലത് കണക്ട് ആകട്ടെ. ഡിവൈൻ പ്ലേസിലേക്ക് ചിലത് കണക്ട് ആകട്ടെ. ചില കംഫർട്ട് സോണുകളെ വിട്ട് ചിലതിനെ മൂവ് ചെയ്യുക. കംഫർട്ട് സോണുകളെ വിട്ട് മൂവ് ചെയ്യുക.